മുരിങ്ങയില കറിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് അതാ ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. മുരിങ്ങയില കറിക്ക് ഇതാ ചട്ടിയിൽ കടുക് എല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പില ചേർക്കാം. അതുപോലെ തന്നെ 3 വറ്റൽമുളക് അത് ചേർക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിനോട് കൂടെ തന്നെ 3 പച്ചമുളകും ഇട്ട് കൊടുക്കണം. അത് ചെറിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് വഴച്ചെടുക്കാം. ചെറിയുള്ളി എല്ലാം വാടി ഒരു മൊരിഞ്ഞ പരുവം എത്തിയിട്ടുണ്ട്. ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു അരപ്പാണ്. ഇതിൽ ഞാൻ ഒരു പിടി തേങ്ങ, പിന്നെ ഒരു ചെറിയ ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടിയിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്താണ് അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അരപ്പൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് അരച്ചെടുത്ത വെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കി ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇനി അതൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതാ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിനോട് കൂടെ തന്നെ മുരിങ്ങയിലയും ഇട്ട് കൊടുക്കാം. ഇനി ഈ കറിയിൽ ഈ മുരിങ്ങയിലായിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം. അങ്ങനെ ഇതാ സിമ്പിളും ടേസ്റ്റിയുമായ മുരിങ്ങയിലക്കറി ഇവിടെ അടിപൊളിയായി റെഡി ആയിട്ടുണ്ട്. ഒന്ന് രുചിച്ച് നോക്കാം. അടിപൊളിയാണ്, എല്ലാം പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിളായ റെസിപ്പികൾക്കും ടേസ്റ്റുമായ റെസിപ്പികൾക്കും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. എന്നാൽ വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ഓക്കെ, ബായ്.